ഗായ്സ്, അപ്പോൾ നമ്മുടെ ചാനലിലെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗായ്സ്. അപ്പോൾ ഇന്ന് എന്താണ് വീഡിയോ സീനോ? ഇന്ന് അങ്ങോട്ടും മാറി ഇനിയെങ്കിലും മാറാതിരിക്കട്ടെ എന്ന് പറയുകയാണല്ലേ. ഓക്കെ ഗായ്സ്, അങ്ങനെ നമ്മുടെ സീനുവിൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണ്. എവിടേക്ക് ഇറങ്ങണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി നമ്മുടെ നാട്ടിലാണ് കല്യാണവും പൂരവും മേലയും വീഴ്ചയും ഒക്കെ അല്ലേ. എന്തായാലും നമ്മുടെ ട്രിപ്പും യാത്രകളൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഇറങ്ങുകയാണ്. സീറ്റ് ബെൽറ്റ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇനി നമ്മുടെ നാട്ടിലാണ്. ഇനി നമ്മൾ നേരെ പോണത് കല്യാണ വിഷയങ്ങൾ, അതേമാതിരി ഓരോ സംഭവങ്ങൾ ഒരുക്കാനുണ്ട്, കൊണ്ടുവരാനുണ്ട്. നമ്മുടെ യാത്ര ട്രിപ്പ് എല്ലാം അൽഹംദുലില്ലാ നമ്മൾ വിചാരിച്ചതിനേക്കാളും നല്ല രീതിക്ക് നടന്നു. ഒരുപാട് സന്തോഷമുണ്ട്. കാരണം പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ ഒന്നും നടക്കൂല എന്ന് ഞങ്ങൾക്ക് പലപ്പോഴും തെളിഞ്ഞതാണ്. ഇപ്പോഴും അത് തന്നെയാണ്. കുറേ നമ്മൾ പ്ലാൻ ചെയ്ത് അങ്ങോട്ട് പോകണം ഇങ്ങോട്ട് പോകണം, ഇത് ഒരു പ്ലാനിങ് ഉണ്ടാകുന്നില്ല. അങ്ങോട്ട് വണ്ടി എടുത്ത് ഇറങ്ങി പോണ വഴിക്ക് എന്തൊക്കെയാണോ അത് കാണാമെന്നുള്ള ലെവലിൽ എനിക്ക് ചെറിയൊരു പനി ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ലോങ് ഒന്നും പോകില്ലാച്ചിട്ടായിരുന്നു. പക്ഷെ അത് അങ്ങോട്ട് ഒരു ഗുളി കുടിച്ചപ്പോൾ മാറി. എന്തായാലും ഇനി ആർക്കും പനിയും കാര്യങ്ങളും ഒന്നും വരാതിരിക്കട്ടെ. കാരണം എന്താ വെച്ചാൽ ഇനി ദിവസങ്ങൾ എന്ന് പറഞ്ഞാൽ ഏറിക്കഴിഞ്ഞാൽ 19-18 ദിവസം മാത്രമേ ഉള്ളൂ കല്യാണത്തിന്. അയ്യ മറക്കൂ, എൻ്റെ അമ്മാനോട് അത് വിളിച്ചിട്ടേ പുറത്തേക്ക് വെക്കാൻ പറയും. ഹോസ്പിറ്റലിലെ ഫയൽ എടുത്തിട്ടില്ല, അത് മറക്കും, അതന്നെ മറക്കുള്ളൂ. അതായത് നമുക്ക് ഇനി 8-ാം മാസത്തില് ഇവിടെ നമ്മളെ വീട്ടിൽ നമ്മളെ നാട്ടിലാണ് കാണിക്കണത്. വീണ്ടും നമുക്ക് ഉമ്മാരടുത്ത് പോയിട്ട് ഫയൽ വാങ്ങി വരാം. അല്ല, മഞ്ചേരിയൊക്കെ ആണെങ്കിൽ ഞാൻ പിന്നെ അന്നെന്ത് ചെയ്യാന്ന് അറിയോ, കഴിഞ്ഞാൽ ദിവസങ്ങളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ പൂക്കെടുക്കൂലേ കേട്ടോ. ഓരോ ദിവസം ഇവിടേക്കൊക്കെ വരുമ്പോ ഒരു ദിവസമാണ്. ആ ഒരു ദിവസം പോയി കഴിഞ്ഞാൽ അത്രയും ദിവസം കുറയും. ഹലോ, ആ ഹോസ്പിറ്റലത്തെ ഫയലൊന്ന് കൊലമൊക്കെ എടുത്തേരി. കൊലമൊക്കെ റൂട്ടുമൊക്കെ ആ തഫ്സീറിന്റെ മുകളിലുണ്ട് ഫയലൊക്കെ ആയിട്ട്. അങ്ങനെ നമ്മൾ മറന്നു വെച്ച ഫയലെടുത്ത് വീണ്ടും യാത്ര തുടങ്ങിയിട്ടുണ്ട് അല്ലേ. ഇൻഷാ അല്ലാഹ് ഇനി ഒരു മാസം നമ്മൾ അവിടെയാണ് കാണിക്കുക, 8-ാം മാസം. പിന്നെ 9-ാം മാസം നമ്മൾ വീണ്ടും ഇവിടെ കാണിക്കും. കല്യാണം കഴിഞ്ഞാൽ ഓള് ഇവിടെ തന്നെ കാണിക്കുക. കാരണം പ്രസവം ഇവിടുത്തെ ശാന്തി ഹോസ്പിറ്റലിൽ തന്നെയാണ്. അപ്പോൾ അവിടെ തന്നെയാണ് കാണിക്കുക. എന്തായാലും ഇൻഷാ അല്ലാഹ് അങ്ങനെ രോഗങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മൾ വീണ്ടും വീട്ടിലോട്ട് മടങ്ങുകയാണ്. കാണാൻ വേണ്ടിയിട്ട് പോവുകയാണ് അല്ലേ. ഹോസ്പിറ്റലായിട്ട് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഒന്നാമത് ഞാനിപ്പോൾ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാത്തത് വേറെ ഒന്നുമില്ല. അവിടെ പ്രതിരോധ ശേഷി ഇപ്പം ഉമ്മാക്ക് തന്നെ കണ്ടപ്പാടെ അടുത്ത് വന്നിട്ട് ഉമ്മാക്ക് കിട്ടി. അപ്പോൾ ഈ ഒരു ടൈമിൽ നമ്മൾ ബ്ലിങ് പാട് അവിടെ കൊണ്ടുപോയിട്ട് കഴിഞ്ഞാൽ ഉള്ള ഒന്നും പാട് സ്പ്രെഡ് ആവും. ഇതിനൊക്കെ നീച്ച് മണ്ടാൻ ഞാൻ മാത്രമേ ഉണ്ടാവും. അപ്പോൾ ചക്കരക്ക് തന്നെ ലാസ്റ്റ് കണ്ടോ, ചക്കരക്കും വന്ന്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടെ ഒന്ന് സേഫ് ആക്കിയതാണ്. ഈ ഒരു പ്രഗ്നൻസി ടൈമിലൊക്കെ സേഫ് ആവണ്ടേ അല്ലേ. എന്നാലും ഇപ്പോൾ കുഴപ്പങ്ങളൊന്നുമില്ല. നമുക്ക് എന്തായാലും ഉമ്മാൻ്റെ അടുത്തേക്ക് എത്താം. അത് കഴിഞ്ഞിട്ട് ഉപ്പാനെ കൊണ്ടുവരാനുണ്ട്, ഓരോ പരിപാടികളുണ്ട്, പിന്നെ കല്യാണ ഒരുക്കങ്ങളുണ്ട്, കല്യാണ ഡ്രസ്സ് എടുക്കലുണ്ട്, കല്യാണത്തിൻ്റെ ബാക്കി വിശേഷങ്ങളുണ്ട് അല്ലേ. അങ്ങനെ നമ്മുടെ വീട്ടിലെ അവസാന കല്യാണം എന്ന് പറയുന്നില്ല, നമ്മുടെ വീട്ടിലെ അംഗത്തിൻ്റെ, അതായത് എൻ്റെ വാപ്പാക്കും ഉമ്മാക്കും ഉള്ള 3 മക്കളുടെ 3-ാമത്തെ മകളുടെ കല്യാണമാണ്. അപ്പോൾ വീട്ടിലെ പാരമ്പര്യം അല്ലേ, ഉപ്പാൻ്റെ പാരമ്പര്യവും പെൺകുട്ടിയാണെങ്കിൽ നിജാസിനാണ് പാരമ്പര്യം അല്ലേ. നമ്മളൊരു കാര്യം പറയാം, നമ്മളെ വീട്ടിലെ കല്യാണം അല്ലേ. ഓക്കെ, അങ്ങനെ ചക്കരനെ നമുക്ക് ഇറക്കി വിടണം. ഒരുപാട് ത്യാഗങ്ങൾ സഹിച്ചൊരു പെൺകുട്ടിയാണ്. കാരണം പിന്നെ നമുക്ക് എന്താ വെച്ചാൽ നമ്മളെ കണ്ണിൽ കഞ്ഞുള്ള കാലം സന്തോഷത്തോടെ ജീവിക്കട്ടെ. ഈ 2 വർഷമൊക്കെ ഓള് എല്ലാ സുഖങ്ങളും എല്ലാ കാര്യങ്ങളൊക്കെ അനുഭവിച്ചിട്ടുണ്ട്. ഈ ഒരു 2 വർഷം മുന്നേ വരെ നമ്മുടെ ലൈഫൊന്നും ഊഹിക്കാൻ പറ്റാത്ത ലൈഫായിരുന്നു, ചിന്തിക്കാൻ പറ്റാത്ത ലൈഫായിരുന്നു. അതിനൊക്കെ അൽഹംദുലില്ലാ എന്ന് പറയുകയാണ്. എന്തായാലും 2 വർഷമെങ്കിൽ 2 വർഷം നമ്മുടെ കൂടെ എല്ലായിടത്തേക്കും വന്നിട്ടും എല്ലാ സന്തോഷങ്ങളോടും ജീവിച്ചു. അതൊരു കൊടുക്കലാണ്. ഓക്കെ, എന്തായാലും അവള് എനിക്കിപ്പോ ഞാൻ പിന്നെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒക്കെ അവളെ ഇഷ്ടത്തിനെ നിന്നിട്ടുള്ളൂ. അവള് തെരഞ്ഞെടുത്ത ബന്ധമാണ്, അവള് തെരഞ്ഞെടുത്ത കാര്യങ്ങളാണ്. നല്ല നിലക്കാവട്ടെ നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്. കാരണം എന്തായാലും ഇപ്പം നമ്മുടെ പെങ്ങന്മാർ നല്ല രീതിക്ക് ആവാനല്ലേ ഏതൊരു ആങ്ങളമാരും കുടുംബക്കാരും ഒക്കെ ആഗ്രഹിക്കുക. എന്തായാലും അവരും നല്ല ഫാമിലിയാണ്. എനിക്ക് എന്താ വെച്ചാൽ നമുക്ക് നല്ല അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയ ഫാമിലി തന്നെയാണ്. നമുക്കൊക്കെ പറ്റിയ ആൾക്കാർ തന്നെയാണ്. അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. അളിയനും സൂപ്പർ തന്നെയാണ്. നമുക്ക് കിട്ടിയ ഫാമിലീസൊക്കെ എന്തായാലും സൂപ്പർ തന്നെയാണ്. കിട്ടിയ പെണ്ണുങ്ങൾ മാത്രം ഓക്കെ എന്തായാലും നമുക്ക് വീട്ടിലെത്തിയിട്ട് കാണാം. നമ്മൾ നമ്മുടെ വീട്ടിലോട്ട് എത്തുന്നുണ്ട്.
അല്ലേ? വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് എന്തൊക്കെ എടുക്കാനുള്ളത്? വണ്ടിയൊക്കെ പോയി ഇത്തിക്കണ 2 ദിവസം ട്രിപ്പ്. ഈ ഷൂ ഒക്കെ ഇതിലിരുന്നോട്ടെ കേട്ടോ. ബാഗ് കുടിച്ചോ. ഫയലോ? ഫയൽ വണ്ടിയിലിരിക്കല്ലേ? ലഗേജൊക്കെ താണ്ടിയാട്ടെ വഴിയിലൂടെ ഇങ്ങനെ നടക്കുകയാണ്. നല്ല വെയിലാട്ടോ. 2 ദിവസം ഊട്ടിയിലൊക്കെ നിന്നിട്ട് നല്ല തണുപ്പായതാ അല്ലേ? വയനാടൊക്കെ നിന്ന് നമ്മൾ വീണ്ടും. പക്ഷെ ഇവിടെ നല്ല മഴ പെയ്തിക്കണമെന്ന് തോന്നിട്ട് ഒന്നല്ല ഗൈസ്. ആ ഒരു മഴയുടെ ഒരു ചൂട് ഇവിടെ ഉണ്ട് അല്ലേ? എന്തായാലും ഉമ്മാൻ്റെ അടുത്തേക്ക് പോവാം. പിന്നെ വേറെ ഒരു സർപ്രൈസും പാടുണ്ട്, വഴിയെ പറഞ്ഞുതരാം. പിന്നെ വീട്ടിലോട്ട് എത്തിയിട്ടുണ്ട്. 7-ാം മാസം കഴിഞ്ഞാൽ എല്ലാവരും എന്താ ഉണ്ടാവല്, അവിടുന്ന് പ്രസവം കഴിഞ്ഞിട്ടൊക്കെ വരിക. പക്ഷെ നമുക്ക് അങ്ങനത്തെ ചടങ്ങോ കാര്യങ്ങളൊന്നുമില്ല. നമുക്ക് കല്യാണം അത് കഴിഞ്ഞിട്ടൊക്കെ ബാക്കി കാര്യങ്ങളൊക്കെ ഉള്ളത്. ഓക്കെ, അങ്ങനെ നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ട്. പനി കല്യാണം മൂലം എന്തായി? അപ്പോൾ 63, 64 എന്നൊക്കെ ചക്കര വീടുണ്ടല്ലോ. അതിനുള്ള 64 വീട് വിളിച്ചിട്ടുള്ളത്. 64 ആളാണോ 64 വീടാണോ? പിന്നെ വീടാണ്ടിരിക്കണേ. അപ്പൊ ഒരു അങ്ങനെ പെട്ടിയും പ്രമാണമൊക്കെ എടുത്ത് വന്നിട്ടുണ്ട്. ഇനി കല്യാണം അല്ലേ? അല്ല, എത്ര മാസമായി ഈസിനോ? 7 മാസം. ഉമ്മക്കറിയുണ്ടോ? ഇപ്പൊ എത്രയായി? 7 കഴിഞ്ഞു. 7 കഴിഞ്ഞില്ലേ? അപ്പൊ നിങ്ങക്ക് അറിയാം. പാരമ്പര്യ കാക്കുള്ള നിങ്ങക്ക് എന്ത് കുട്ടിയെ വേണ്ട? അത് ഞാൻ പറയില്ല. കേറില്ല കുട്ടിയായില്ലേ? ഓക്കെ, എന്നാ നമുക്ക് ഇനി കല്യാണ ഒരുക്കങ്ങളാണ്. പേരൊക്കെ നല്ല വൃത്തിയിൽ വെച്ചിട്ടുണ്ടല്ലോ. പനിയൊക്കെ മാറിയോ? ഇനി മാറിയിട്ടില്ല? കഫക്കെട്ട് പതുക്കെ മാറുള്ളൂ. വീട്ടിലെത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് കുടുംബനാഥനെ കൊണ്ടുവരാനുണ്ട്. കുടുംബനാഥന്റെ പേര് എന്തായിരുന്നു? ഇപ്പൊ നമുക്ക് കുറച്ച് കല്യാണ പരിപാടികൾ ഒരുക്കാനുണ്ട് അല്ലേ? എന്തൊക്കെയാണ് ഒരുക്കാനുണ്ട്? നാത്തൂനും കുറച്ച് ഒരുക്കാൻ എന്തൊക്കെ പ്ലാൻ ചെയ്ത് വെച്ചിരിക്കണം. ഉമ്മാക്ക് കല്യാണം വിളി ഉമ്മാനെ ഏൽപ്പിച്ചിട്ടുണ്ട്. മുഴുവൻ ഏതൊക്കെ പുറം കഴിഞ്ഞു? ഏതൊക്കെ റൂട്ട് കഴിഞ്ഞു? തോടിന്റെ അക്കരെ. പിന്നെ തോടിന്റെ അക്കരെ പകുതിക്കെത്തി. എണ്ണങ്കണ്ടം കഴിഞ്ഞു. അവൾക്ക് എന്താ എത്താത്തത്? ഇന്ന് വൈകുന്നേരത്ത്. ഓക്കെ, പിന്നെ തൃക്കടിയിലൊക്കെ നമുക്ക് കല്യാണ ഒരുക്കങ്ങൾ കാണാം. അങ്ങനെ നമ്മള് ഓരോരോ അംഗങ്ങൾ പോയി കൊഴിഞ്ഞ ആളുകൾ ഇങ്ങനെ വീണ്ടും കൂടുന്നുണ്ട്. ഇനിയിപ്പോൾ ഒരാളും കൂടി കൂടാനുണ്ട് അല്ലേ? ഇനി അടുത്ത ഹോസ്പിറ്റൽ കേസൊന്നും ഉണ്ടാക്കാതിരിക്കുക ആരും അല്ലേ? ഓക്കെ, നമുക്ക് ഇൻഷാ അല്ലാ നാളെ ഉപ്പാനെ കൊണ്ടുവരാം. അപ്പം എന്തായാലും ഇത്ര ഉള്ള കാര്യങ്ങൾ. നമ്മളിവിടെ വന്ന് കയറി ജസ്റ്റ് ഒരു വീഡിയോ എടുത്തതാണ് അല്ലേ? എന്നായിക്കോട്ടെ, വലത് കാല് വെച്ചിട്ട് കയറിക്കോ. ഓക്കെ, അങ്ങനെ ബെഡ്റൂമിലോട്ട് എത്തിയിട്ടുണ്ട് മക്കളെ. ആദ്യം വയറിങ്ങേരെ കൊണ്ടുവരണം. എൻ്റെ കുറേ ഷർട്ട് എനിക്ക് ഒഴിവാക്കാണ്ട്, ഫാന് റെഡിയാക്കാണ്ട് കുറേ പണിയുണ്ട്. ടോയ്ലറ്റ് എന്താ കാട്ടിയത്? ടോയ്ലറ്റ് വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചക്കര. ഓക്കെ, അങ്ങനെ വീണ്ടും ഈ റൂമിലോട്ട് തന്നെ എത്തിയില്ലേ? എന്താ സംഭവം എന്ന് വെച്ചാൽ ഇനിയിപ്പോൾ കുട്ടി വന്നു കഴിഞ്ഞാൽ കുട്ടീനെ എവിടെ കെട്ടുക? ഈ സീലിങ് ചെയ്തുകൊണ്ട് സീലിങ്ങൊക്കെ ഇന്ന് തുളക്കേണ്ടി വരും. AC ഇല്ലെങ്കിൽ സീലിങ് പൊളിച്ചിടേനും അല്ലേ? ഇനി നമുക്ക് ചുമരുമ്പോൾ തുളയ്ക്കാം അവിടെ എന്നിട്ടില്ല. അല്ലാന്നുണ്ടെങ്കിൽ ആ കട്ടിൽ തിരിച്ചിട്ട് ജനൽമ കൊടുക്കുക. ഏതാണല്ലേ? ഹൈറ്റ് ഇല്ല അല്ലേ? ഓക്കെ, അപ്പോൾ എന്തായാലും കഴിച്ച് നമ്മളങ്ങനെ വീട്ടിലെത്തി, റൂമിലെത്തി. നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. ഇതൊക്കെ എല്ലാവർക്കും